ഓഗസ്റ്റ് 17 വിശുദ്ധ ഹേസിന്തിന്റെ തിരുനാൾ. 1185 പോളണ്ടിലെ സെലേഷ്യയിൽ ഒരു ഉന്നത കുടുംബത്തിൽ വിശുദ്ധ ഹേസിന്ത് ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ജീവിതമാണ് ഹേസിന്ത് നയിച്ചു പോകുന്നത്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തന്നെ വിശുദ്ധന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് നൽകി. തന്റെ ആത്മാവിനെ കളങ്കം വരുത്താതെ വിശുദ്ധൻ ഉയർച്ചയുടെ പടവുകൾ കയറി. ഉന്നത പഠനത്തിന് ശേഷം 1220 തന്റെ അമ്മാവനും ക്രാക്കോവിയിലെ മെത്രാനുമായിരുന്ന ഈവോ കോൺസ്റ്റിയോടൊപ്പം റോം സന്ദർശിച്ചു. അവിടെ വെച്ച് അവർ വിശുദ്ധ ഡൊമിനിക്കിനെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടൽ വിശുദ്ധ ഹേസിന്തിന്റെ ജീവിതം പാടെ മാറ്റി. വിശുദ്ധ ഡൊമിനിക്ക് സ്ഥാപിച്ച പുതിയ സന്യാസ സമൂഹത്തിൽ ചേരാൻ ഹേസിന്ത് തീരുമാനിക്കുകയും വിശുദ്ധ ഡൊമിനിക്കിൽ നിന്നും തന്നെ നേരിട്ട് സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് സുവിശേഷ പ്രഘോഷണവും പ്രാർത്ഥനയുമായിരുന്നു വിശുദ്ധന്റെ ജീവിതം. ഒരുപാട് പുതിയ ഡൊമിനിക്കൻ ആശ്രമങ്ങൾ വിശുദ്ധൻ സ്ഥാപിക്കുകയുണ്ടായി. ചെക്ക് റിപ്പബ്ലിക്, ലിത്വാനിയ, ഗ്രീസ്, തുർക്കി, സ്ലോവാക്യ, ഓസ്ട്രിയ, വടക്കൻ ചൈന എന്നിവിടങ്ങളിലെല്ലാം വിശുദ്ധൻ തന്റെ മിഷണറി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. തുടർന്ന് ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, റഷ്യ എന്നീ രാജ്യങ്ങളിലും തന്റെ ആശ്രമങ്ങൾ സ്ഥാപിച്ചു. ഒട്ടനേകം പള്ളികളും ആശ്രമങ്ങളും വിശുദ്ധൻ ഇവിടങ്ങളിലെല്ലാം സ്ഥാപിക്കുകയുണ്ടായി. ദൈവമാതാവിനോടുള്ള ഭക്തി വിശുദ്ധ ഡൊമിനിക്കിൽ നിന്നും വിശുദ്ധ ഹേസിന്ത് നേടിയിരുന്നു. എല്ലാ ഘട്ടങ്ങളിലും ദൈവമാതാവിനെ എന്നും വിശുദ്ധൻ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ ഹേസിന്ത് കീവ് നഗരത്തിലായിരുന്നപ്പോൾ ഉഗ്രരായ ടാറ്ററുകൾ ആ നഗരം കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഈ സമയം വിശുദ്ധൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. കുർബാന അവസാനിക്കുന്നതുവരെ അപകടകരമായ ഈ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. കുർബാന കഴിഞ്ഞയുടൻ വിവരമറിഞ്ഞ അദ്ദേഹം തിരുവസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ പോലും കാത്തുനിൽക്കാതെ വിശുദ്ധ കുർബാന അടങ്ങുന്ന കുസ്തോതി കയ്യിലെടുത്ത് പള്ളിയിൽ നിന്നും ഓടിപ്പോവുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു പ്രതിമയുടെ അടുത്തുകൂടി അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ഹേസിന്ത്, എൻ്റെ മകനെ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുന്നു? ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ എന്നെ നിന്റെ കൂടെ കൊണ്ടുപോകുക. ആ പ്രതിമ ഭാരമേറിയതായിരുന്നുവെങ്കിലും വിശുദ്ധൻ അത് കൈകളിലെടുത്ത് കൂടെ കൊണ്ടുപോയി. ഹേസിന്തും കൂടെ ഉണ്ടായിരുന്നവരും ഡയനിബർ നദിക്കരയിലെത്തി. നദിക്ക് കുറുകെ തന്നെ അനുഗമിക്കാൻ വിശുദ്ധൻ ജനത്തോട് പറഞ്ഞു. അദ്ദേഹം അവരെ നയിച്ചു. അഗാധമായ ജലം നിറഞ്ഞ ആ നദിയിൽ ദൈവം അവർക്ക് അത്ഭുതം പ്രവർത്തിച്ചു. ഇസ്രയേൽ ജനം മോശയോടൊപ്പം ചെങ്കടൽ കടന്നതുപോലെ ആ ജനവും വിശുദ്ധനോടൊപ്പം നദി കടന്നു. നദി കടന്നതിന് ശേഷവും വിശുദ്ധന്റെ കാൽപ്പാടുകൾ വെള്ളത്തിൽ അവശേഷിച്ചു. നൂറ്റാണ്ടുകളോളം ആ കാൽപ്പാടുകൾ അവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും അവിടെ വെച്ച് തന്നെ രോഗീലേപനവും സ്വീകരിച്ചതിന് ശേഷം അതേ ദിവസം തന്നെ വിശുദ്ധൻ മരിച്ചു. 1594 ക്ലെമന്റ് 8 മാർപ്പാപ്പ ഹേസിന്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.